ഇത് ഞങ്ങൾ മാത്രം നടപ്പാക്കുന്ന പദ്ധതിയാണ്, ഞങ്ങളും അദാനിയും കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നേ VN വാസവൻ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ട്ണറാണ് അദാനി എന്ന് പറയുന്നത്. കാരണം അതാ സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ട്ണർ അല്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത്. അതിനകത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താണെന്നേ, അതൊരു എക്കണോമിക് മോഡലല്ലേ. ആ എക്കണോമിക് മോഡൽ എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നുള്ളതാണ്. ലോകത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ എന്നുള്ളൊരു എക്കണോമിക് മോഡൽ ലോകത്തെല്ലാവരും അംഗീകരിച്ചതിന് ശേഷം കേരളവും അത് അംഗീകരിച്ച് എത്ര പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് പാർട്ട്ണറാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുനവെച്ചൊരു രാഷ്ട്രീയ പ്രയോഗമാണ്. കാരണം കേന്ദ്ര സർക്കാരിനകത്തൊരു ക്ലെയിമും ഇല്ല, കേന്ദ്ര സർക്കാർ 5 പൈസ ഈ കാര്യത്തിനകത്ത് തന്നിട്ടില്ല, തന്ന പൈസ തന്നെ വായ്പയായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കറക്റ്റായൊരു പ്രയോഗമാണ്. ഞങ്ങളുടെ പാർട്ട്ണർ ഈ കാര്യത്തിനകത്ത് അദാനിയാണ് എന്ന് പറയുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പബ്ലിക്കായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലെന്താണ്, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്വകാര്യ മുതലാളിത്തത്തിനെതിരായിരുന്നു എന്ന് പറയുമ്പോൾ ആ നയമൊക്കെ മാറി, ലോകം തന്നെ മാറി. ആ ലോകത്തെ നയങ്ങൾ മാറുന്നതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറിയേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പൊതുമേഖലാ രംഗത്ത് മാത്രമേ വികസനം കൊണ്ടുവരാൻ പാടുള്ളൂ, പൊതു നിക്ഷേപങ്ങൾ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിന് എവിടെ നിന്നാണെന്നേ പണം? ഈ സംസ്ഥാനത്തെ നികുതിദായകർ കൊടുക്കുന്ന പണം എടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് റോഡുകൾ വികസിപ്പിക്കാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് എയർപോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ പങ്കാളിത്തം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VN വാസവൻ പറഞ്ഞത് ഇയാളാണ് ഞങ്ങളുടെ പാർട്ട്ണർ, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഇരു കൂട്ടരും രാഷ്ട്രീയമായിട്ട് തന്നെ ആ വേദി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല.